ഹിന്ദു മതമണ്ഡലം അധ്യക്ഷൻ PS നായർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘോഷയാത്ര ഇന്ന് പുറപ്പെടുകയാണ്. 300-ലധികം സ്വീകരണ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര മുന്നോട്ട് പോകുന്നു. 3 ദിവസത്തെ പ്രയാണമുണ്ട്. വിവിധ ഭാഗങ്ങളിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്, ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ക്രമീകരണങ്ങൾക്കും പ്രത്യേക വിഭാഗത്തെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ പോയി എല്ലാ സ്ഥലങ്ങളിലും അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെല്ലുമ്പോൾ യഥാസമയത്ത് സ്വീകരണങ്ങൾ ഭംഗിയായ രീതിയിൽ കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മുടെ വർമാജിയുടെയും അതുപോലെ തന്നെ പ്രകാശ് ചരളലിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ നിൽക്കുന്നതിൽ ഭൂരിഭാഗമായവരും ഇതിനെ അനുഗമിക്കുന്നുണ്ട്. നാളെ മറ്റന്നാൾ പതാക ഘോഷയാത്ര പുതിയകാവിൽ തിരിക്കുന്നതോടുകൂടി 3 ജാഥകളും നമ്മുടെ തിരുവൽപ്പുഴയിൽ 2-ാം തീയതി രാവിലെ 10:30 മണിക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് പതാക ഉയർത്തുന്നതോടുകൂടി ഈ പ്രാവശ്യത്തെ പരിഷത്ത് തുടങ്ങുകയായി. എത്ര ഭാഗങ്ങളിലാണ് ഔദ്യോഗികമായിട്ടുള്ള ഈ സ്വീകരണവും മറ്റു പരിപാടികളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? രാത്രി തങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഈ 4 ഘോഷയാത്ര. ഇതിൻ്റെ കൺവീനർ സംസാരിക്കും. എഴുമറ്റൂർ പരമഭട്ടാരാശ്രമത്തിൽ നിന്ന് ഇപ്പോൾ ആരംഭിക്കുന്ന നമ്മുടെ ഛായാചിത്ര ഘോഷയാത്ര 3 ദിവസമായിട്ടാണ്. ഇന്ന് ഇത് സമാപിക്കുന്നത് തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിലാണ്. അവിടെ നിന്ന് നാളെ രാവിലെ 8 മണിക്ക് ആരംഭിച്ച് വീണ്ടും റാന്നിയുടെയും അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്രം, പെരുന്നാട് ശാസ്താക്ഷേത്രം, മാളികപ്പുറം ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം ദർശനം നടത്തി സ്വാമിജിയുടെ തിരുവടികളുടെ അനാച്ഛാദനം ചെയ്ത നമ്മുടെ ഇവിടെ നിന്ന് ആരംഭിച്ച യാത്ര വീണ്ടും തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിലെത്തുകയും അവിടെയുള്ള ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ സമുച്ചയങ്ങളിൽ നിന്നും സമുചിതമായ സ്വീകരണത്തിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. 3-ാം ദിവസം അവിടെ നിന്ന് വീണ്ടും ആരംഭിച്ച് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പരിഷത്ത് നഗറിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതായത് തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പിറ്റേ ദിവസം 2-ാം തീയതി രാവിലെ ആരംഭിക്കുന്ന ഈ ഛായാചിത്ര ഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിൽ യാത്ര നടത്തി ചെറുവപ്പുഴ പരിഷത്ത് നഗറിൽ സ്ഥാപിക്കുന്നതായിരിക്കും. RSS സർസംഘചാലക് അപൂർവമായി പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുകയാണ്. ഒരു വിശിഷ്ട സാന്നിധ്യം ഇത്തവണത്തെ ഹിന്ദുമത പരിഷത്തിനുണ്ട്. ഒപ്പം തന്നെ 3 ഗവർണർമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ. അപ്പോൾ അത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു സാന്നിധ്യങ്ങൾ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മതപരിഷത്ത് ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്രാവശ്യത്തെ നോട്ടീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരൊക്കെ വരാതിരുന്നവരൊക്കെ വന്ന് സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. ഇപ്പോൾ സർസംഘചാലക് വരുന്ന ദിവസം ഏതാണ്ട് 1,00,000-ൽ പരം പേരാണ് നമ്മുടെ അവിടെ പങ്കെടുക്കുന്നത്. അതിന് അനുയോജ്യമായ പന്തൽ സജ്ജീകരിച്ചു കഴിഞ്ഞു. അവർക്ക് വരുന്നവർക്കെല്ലാം എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാ ഏകോപനം നടക്കുന്നു. ഇന്ന് ഏതാണ്ട് 10 മണിക്ക് വീണ്ടും കളക്ടർ അടക്കം SP അടക്കമുള്ളവരുടെ ഏകോപനത്തിനുള്ള മീറ്റിംഗ് 10 മണിക്ക് ചെറുവപ്പുഴ നമ്മുടെ ഓഫീസിൽ നടത്തപ്പെടുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഭംഗിയായ രീതിയിൽ ഇത് പര്യവസാനിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നു കഴിഞ്ഞു. അമൃതാശ്രമത്തിൽ നിന്ന് ഇതേ സമയം തന്നെ ഒരു പദയാത്രയും പുറപ്പെടുന്നുണ്ട്. അതെ, ഈ വർഷം നോക്കൂ, ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. കൊട്ടാരക്കര അവധൂതാശ്രമത്തിൽ നിന്ന് ഇപ്രാവശ്യം ഏതാണ്ട് 150-ൽ പരം ആൾക്കാർ 3-4 ദിവസം പദയാത്രയായി വന്ന് ഈ സംഗമത്തിൽ ചേരുകയാണ്. ഞങ്ങളുടെ ആഗ്രഹം ഇത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഇതുപോലുള്ള ആശ്രമങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഈ രീതിയിലുള്ള പദയാത്രകൾ വരും നാളുകളിൽ ചെറുവൽപ്പുഴയിൽ എത്തിച്ചേരണം. അപ്പോൾ ഇത് നാട്ടുകാരറിയും. ഇതിനെ നമുക്ക് അങ്ങനെ പരിപോഷിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേരളത്തിലാകമാനം ഇതിൻ്റെ പ്രാദേശിക സമിതികൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി 28 സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ പ്രാദേശിക സമിതികൾ രൂപീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. മദ്രാസിൽ അത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇത് ലോകമറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളരുകയാണ്. അതിന് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ ഹിന്ദുമത സമ്മേളനമാക്കി ചെറുവപ്പുഴ ഹിന്ദുമത പരിഷത്തിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള സംഘാടകരായ ഹിന്ദു മതമണ്ഡലം ഭാരവാഹികൾ ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി വരും വർഷങ്ങളിൽ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പദയാത്രകളും മറ്റ് ഘോഷയാത്രകളും സംഘടിപ്പിക്കും. രാജ്യവ്യാപകമായി മുഴുവൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ വരും വർഷങ്ങളിൽ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഹിന്ദു മതമണ്ഡലം ഭാരവാഹികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ചടങ്ങിൽ 2-ാമത്തെ ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ എഴുമറ്റൂർ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഈ ഘോഷയാത്രകളെല്ലാം 4 ഘോഷയാത്രകളും ഫെബ്രുവരി 2-ാം തീയതി രാവിലെ 11 മണിക്ക് വിദ്യാധിരാജ നഗറിൽ ചെറുകോൽപ്പുഴയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടുകൂടി സ്വീകരിച്ച് ആനയിച്ച് പ്രധാനപ്പെട്ട വേദിയിലേക്ക് ഘോഷയാത്രകളെ എത്തിക്കുന്നു. പിന്നീട് ഈ ഛായാചിത്രം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ചട്ടമ്പി സ്വാമികളുടെ ആ ഛായാചിത്രം അവിടെ വേദിയിൽ പ്രതിഷ്ഠിക്കും. ഭദ്രദീപം തെളിയിക്കും. പതാക ഉയർത്തും. ഹിന്ദു മഹാമണ്ഡലം അധ്യക്ഷൻ
അധ്യക്ഷൻ PS നായർ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് വിവിധ പരിപാടികൾ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചക്കാലത്തെ ആ ഹിന്ദു മഹാസമ്മേളനത്തിന് ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായുള്ള രണ്ടാമത്തെ പ്രധാന ഘോഷയാത്രയ്ക്കാണ് അല്പസമയത്തിനകം തന്നെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പത്തനംതിട്ട മണ്ണ്.